മാസ്റ്റർ അടക്കമുള്ള ബഹുമാന്യരൊക്കെ താഴെ ഓരോ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാന സാക്ഷരതാ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഹയർ സെക്കൻഡറി തുല്യതയുടെ 8ാം ബാച്ച് റിസൾട്ട് വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് ശരാശരി 81% റിസൾട്ട് കിട്ടിയപ്പോൾ നമ്മുടെ ജില്ലയ്ക്ക് 86% റിസൾട്ട് നമ്മുടെ ജില്ലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. മൊത്തമുള്ള 532 പേരിൽ 468 പേരും ഇവിടെ പാസ്സായിട്ടുണ്ട്. 468 പേരും പാസ്സായിട്ടുണ്ട്. 68 വയസ്സുള്ള നമ്മുടെ ചേച്ചിക്ക് ആരാണ് നമ്മുടെ ഏറ്റവും ഉയർന്ന പഠിതാവ് ഇരിക്കെ. ചേച്ചിനെ അന്വേഷിച്ച് പത്രക്കാരെല്ലാം നിറഞ്ഞു കവിഞ്ഞ് പോവാണ്. പക്ഷെ ചേച്ചി ഫോട്ടോ എടുക്കാൻ തയ്യാറായിട്ടില്ല. ചേച്ചി ഫോട്ടോ കൊടുക്കണം. ചേച്ചി ഫോട്ടോ കൊടുക്കുമ്പോഴാണ് എന്താണെന്നറിയോ മറ്റ് പ്രായമുള്ളവർക്കൊക്കെ വലിയ എന്താണെന്നറിയോ ഞങ്ങൾക്കും കൂടെ ഇത് ജയിക്കണം എന്നുള്ളത് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇവിടുന്ന് ജയിച്ചവരൊക്കെ എറണാകുളം കോളേജുകളിലും അതായത് ഇവിടെ നമ്മുടെ എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലും ഇവിടെ മഞ്ചേശ്വരം ഗവൺമെന്റ് ലോ കോളേജിലും 5 ഇയർ LLBക്ക് ഇപ്പൊ നമ്മുടെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഡിഗ്രി പ്രവേശന പരിപാടികളും കൂടി ആരംഭിക്കുകയാണ് ഈ വർഷത്തൊട്ട് ഔപചാരികമായി. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം എല്ലാ ജില്ലയിലും ഇതേപോലെ വിജയോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴാണ് നമ്മുടെ ജില്ലയിലെ വിജയോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് ഞാൻ അബ്ദുൽ ഗഫൂർ സാറുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വരാമെന്ന് സംഭവിക്കുമ്പോൾ ഓരോ സെമസ്റ്റർ ആയിട്ട് വിളിച്ചുകൊണ്ടുള്ള പരീക്ഷയാണ്. ആ പരീക്ഷ എങ്ങനെയൊക്കെ ആയിരിക്കണം, ഏതൊക്കെ മെയിൻ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, BA നിങ്ങൾക്ക് എടുക്കാം, BCom നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ സൂക്ഷ്മതലത്തിൽ തന്നെ നിങ്ങളോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരുപാട് പഠിതാക്കൾ SM ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഗഫൂർ CV, ജില്ലാ പഞ്ചായത്തിന്റെ സെക്രട്ടറി ശ്രീമതി S ശ്യാമലക്ഷ്മി, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ശ്രീ M മധുസൂദനൻ, വിജയികളെ ആദരിക്കുന്ന സാക്ഷരതാ മിഷന്റെ ഡയറക്ടർ പ്രൊഫസർ AG ഒലീന, സ്വാഗതം ആശംസിച്ച നല്ല ഒരു അനുഭവമാണ് ഈ പഠിതാക്കൾക്ക് ലഭിക്കുന്നത് അല്ലെ. കുറേ ആൾ ഇനിയും ഉണ്ട് കേട്ടോ പഠിക്കാൻ. ബാക്കി നാണക്കേട് അത് പഠിച്ചിട്ടാന്ന് പറയാൻ നാണക്കേട് എത്തുമ്പോഴേ അറിയാം. അപ്പൊ അങ്ങനെ രഹസ്യമായിട്ട് പുള്ളമാർക്കൊണ്ടാൽ പഠിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ അവിടെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഓരോ പഠിതാക്കളെയും നമുക്ക് നേരിട്ട് കണ്ട് അവരെ മനസ്സിലാക്കി അവരെ പഠിപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജയിപ്പിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ തന്നെയാണ് നിങ്ങൾ എല്ലാവരും ജയിച്ചത് എന്നറിയാം. ഏതായാലും ഏറ്റവും പ്രായം കൂടിയ 68 വയസ്സുള്ള ആലീസ് ജോർജ് ഞാൻ ചോറ് വേണമെന്നുള്ള കണ്ണനൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഗ്രൂപ്പ് അപ്പൊ ഞാൻ അത് പഠിക്കുന്നതാണ്. ഞാൻ ഒരു ദിവസം ക്ലാസ്സിലിരുന്നു. അത് പിന്നീട് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുന്നു. കാരണം കന്നഡ നമുക്ക് മസ്റ്റാണ് ഇവിടെ വർക്ക് ചെയ്യുമ്പോഴും മറ്റെല്ലാം ആ രീതിയിൽ നമുക്ക് അത്രയും അത് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ അതേപോലെ പച്ചമലയാളം ഈ കന്നഡ കോഴ്സൊക്കെ തന്നെ നമ്മളിപ്പോൾ ഭാഗവതത്തിൽ നല്ലൊരു ഇടപെടലിന്റെ കൂടി ഭാഗമായിട്ടാണ് നന്നായിട്ട് ഇടപെട്ടുകൊണ്ടാണ് അദ്ദേഹം സാക്ഷരതാ മിഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന്റെ ഒരു ഗുണം നമുക്ക് നമ്മുടെ ജില്ലയ്ക്ക് ലഭിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരുപാട് പഠിതാക്കളെ ഏറ്റവും കൂടുതൽ നല്ല പെർഫോമൻസ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ പദ്ധതികളാണ്. ഇപ്പോൾ ബ്രെയിലി സാക്ഷരത നമ്മൾ ആദ്യം ചെയ്തു. അത് സംസ്ഥാന മിഷനും ആ സാക്ഷരതാ പരിപാടിക്ക് നേതൃത്വം നൽകി. അതേപോലെ തന്നെ നമ്മൾ ഭിന്നശേഷിക്കാരെ സഹായിക്കുന്നതിലും മറ്റ് ഈ ഡിഗ്രി കോഴ്സ് വെക്കുന്നതെന്ന് എന്നോട് 2-3 പ്രാവശ്യം ഭാഗമായിട്ട് ചോദിച്ചിരുന്നു. ഞാൻ വെക്കാൻ കഴിയാന്ന് പറഞ്ഞത് നമ്മൾ ആദ്യം ഡിഗ്രി പഠിപ്പിച്ചവരെ ടെൻഷൻ ഇതുവരെ തോന്നിയില്ല. അവർ ഇതുവരെ കൈ വെച്ചപ്പോൾ പക്ഷേ അവർ ഈ വസതി ഇല്ലേ അവർ ഓരോ പ്രാവശ്യം അവരെ ഫീസെടുക്കാനും പറ്റും. കാരണം നമ്മൾ ആദ്യം ഡിഗ്രി അല്ല പഠിപ്പിച്ചത്. ആദ്യം ഡിഗ്രിക്ക് ചേർന്ന് നമ്മളറിയാം, മാഷക്കറിയാം. നമ്മൾ ഈ പത്രത്തിലൊരു വാർത്ത കണ്ടു, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ മാസം തുറക്കുന്നു. അപ്പൊ ഞങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി തുറക്കുമ്പോൾ അപ്പോൾ തന്നെ പഠനം തുടങ്ങുമല്ലോ. ആ വർഷം ഞങ്ങൾ 500 പേര് 1000 പേരെ ഡിഗ്രി പഠിപ്പിക്കുന്ന ഒരു പ്രോജക്റ്റ് വെച്ചു. ഞങ്ങളുടെ പത്രത്തിൽ വാർത്തയിൽ കൊടുത്തു. ഭയങ്കര പബ്ലിസിറ്റിയായി. അപ്പൊ 1000 പേരെ ഡിഗ്രി പഠിപ്പിക്കാൻ വേണ്ടി പ്രോജക്റ്റ് വെച്ചിട്ട് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോകുമ്പോഴാണ് അവരെ എല്ലാം തുടങ്ങണം. സെറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അപ്പോൾ ആ വർഷം തിരഞ്ഞെടുക്കാൻ കഴിയാം.
അപ്പൊ എന്നോട് പറഞ്ഞു അന്നത്തെ പിന്നെ ഡിഗ്രി പാസ്സാക്കാനെല്ലാം പാസ് ചെയ്ത ആശുപത്രി PG ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരുന്ന ആശുപത്രി നമുക്ക് വളരെ കൂടുതലാണ് ജില്ലയിലെ ആശുപത്രി വിദേശ പ്രവർത്തിപ്പിച്ച നമുക്ക് പ്രവർത്തനത്തിൽ വളരെ ശക്തമായ അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനം. ഓൾറെഡി മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജില്ലകളിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അഭിനന്ദനം. ഈ അവസരം സാറും അങ്ങനെ പോലെ എല്ലാ ആശുപത്രിയും ഏതായാലും തുടർ പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു ക്ലാസ്സാണ് സാർ എടുത്തിട്ടുള്ളത്. നമ്മളെ പഞ്ചായത്തുകളിൽ നിന്നും +10, +1, +2 ഇതിന് നമ്മൾ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഏകദേശം പരീക്ഷ എഴുതുന്നത് അല്ലേ? BPL മുമ്പ് BPL വനിതകൾക്ക് മാത്രമാണ്. ഇപ്പം അത് നമ്മൾ എല്ലാവർക്കും പരീക്ഷ എഴുതാനുള്ള ഫണ്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് പറ്റുമെങ്കിൽ അടുത്ത ഡിഗ്രി അതിന് വേണ്ട സാറിപ്പോൾ പറഞ്ഞ ആ ഫീസ് സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് പ്രേരന്മാർ അത് കൃത്യമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി അറിയിക്കുകയാണെങ്കിൽ നമ്മൾ +2 അനുവദിച്ച മാതിരി തന്നെ നമ്മൾ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഇവിടെ പുതിയ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കേരള സർക്കാർ വിഭാവനം ചെയ്യുകയും അതിലൂടെ മുഴുവൻ ആളുകളെയും വിദ്യാഭ്യാസം കൊടുക്കുക എന്ന ഡിഗ്രി നൽകുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് ഭാഗ്യവാന്മാരാണ്. അപ്പൊ നമ്മുടെ സമയത്താണ് ഇപ്പൊ നമുക്കൊരു വെളിച്ചം പകർന്നു തരാൻ വേണ്ടി ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി മുന്നോട്ട് വന്നത്. ഇത്തരത്തിലൊരു കോഴ്സ് വെച്ച് തന്നെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. കാരണം എന്തെല്ലാമാണ് അതിന്റെ കാര്യങ്ങൾ. പരീക്ഷയ്ക്ക് മാക്സിമം 21 മാർക്ക് മാത്രമേ നിങ്ങൾക്ക് നേടേണ്ടതുള്ളൂ. നമ്മള് +2 അങ്ങനെ തന്നെയായിരുന്നു. 80 മാർക്ക് 20 മാർക്ക് സെഷൻ മാർക്കാണ്. അപ്പൊ അതുപോലെ ഇവിടെയും നിങ്ങൾക്ക് 30 മാർക്ക് സെഷൻ മാർക്കായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പരീക്ഷ എഴുതാൻ പോയവരെല്ലാം വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും. പിടിച്ചാൽ മല ഒത്തത് തന്നെ ഒക്കാതെന്തുണ്ട് ഒന്നുമില്ല. സൂര്യ തേജസ്സായി മാറും ഞാനീ ലോകത്തിൽ ഒന്നുമല്ലാത്തവൾ എന്നൊരു ബോധം വെടിയും. ഞാനീ ലോകത്തിൽ എന്നും ജ്വലിക്കുന്ന സൂര്യ തേജസ്സായി മാറും. സ്വന്തം കഴിവുകൾ കണ്ടെത്തി ഞാനെന്നും ഉയരങ്ങൾ കീഴടക്കിയിടും. വിജയമന്ത്ര കഥ പാടും. പരിശ്രമം ചെയ്യുകിൽ എന്തിനെ നമ്മൾക്ക് സ്വന്തമാക്കിയിടാം കൂട്ടുകാരെ. രണ്ടാം തീയതി ആചരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ബാച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞു. കേരള സർക്കാരിന്റെ കീഴിൽ ആരംഭിച്ച സർവകലാശാലയാണ്. UGC അംഗീകാരമുള്ള കോഴ്സുകൾ മാത്രമാണ് സർവകലാശാല നടത്തുന്നത്. സർവകലാശാല സംബന്ധമായ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി ലഭ്യമാകുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ stou.ac.in എന്ന സൈറ്റിലേക്ക് നിങ്ങൾക്ക് പോകാം. സൈറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രോഗ്രാം സെമസ്റ്റർ ഫീസും കൂടി വരുന്നത്, ഒന്നാം സെമസ്റ്ററും അഡ്മിഷൻ ഫീസും കൂടി വരുന്നത് 4500 രൂപയാണ് ഏകദേശം. കൃത്യമായ ഫീസ് അതിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഓരോ സെമസ്റ്ററിലും 2800 രൂപയാണ് ഓരോ സെമസ്റ്ററിലും വരുന്നത്. ഓരോ സെമസ്റ്ററിൽ വരുന്ന ഫീസുകൾ 4 ഇയർ പ്രോഗ്രാം ആണെങ്കിൽ 8 സെമസ്റ്ററുകൾ വരും. 4 ഇയർ പ്രോഗ്രാമാണ്, FIUGP പ്രോഗ്രാമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 4 വർഷത്തേക്ക് 8 സെമസ്റ്ററുകളാണ് ഉണ്ടാവുക. അതേസമയം നിങ്ങൾ 4 വർഷം FIUGP തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾക്ക്
3 വർഷം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് എക്സിറ്റ് ആവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉന്നത പഠനം ഉദ്ദേശിക്കുന്നില്ല, ഡിഗ്രി കഴിഞ്ഞ് തൊഴിലിന് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 3 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സിറ്റ് എടുക്കാം. നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇനി എല്ലാ തുടർ പഠനം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 4-ാം വർഷവും പോയി പിന്നീട് റിസർച്ച്, അതുപോലെ ഉന്നത പഠനം, PG, ബിരുദാനന്തര ബിരുദം, മറ്റു പ്രോഗ്രാമുകൾക്ക് നിങ്ങൾക്ക് പോകാവുന്നത്. ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഠിക്കാൻ കഴിയുന്നതാണോ, നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയാണോ, ഇനി അല്ല ഹിസ്റ്ററി ആണോ താല്പര്യം, അല്ല ഭാഷാ വിഷയങ്ങളാണോ, അല്ല ലാംഗ്വേജ് പ്രശ്നമുണ്ടോ, അങ്ങനെയാണെങ്കിൽ മലയാളം ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷാ വിഷയങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, ഇംഗ്ലീഷ്. ഒരു പ്രാദേശിക കേന്ദ്രം തലശ്ശേരി ബ്രണ്ണൻ കോളേജിലാണ് സ്ഥിതി ചെയ്യുന്നത്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ സ്ഥിതി ചെയ്യുന്ന പ്രാദേശിക കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ് ഞാൻ. അതിന്റെ കീഴിലാണ് കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലുള്ള പഠന കേന്ദ്രങ്ങൾ. കാസർഗോഡ് ജില്ലയിൽ പഠന കേന്ദ്രങ്ങളായി ഉള്ളത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജും അതുപോലെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജുമാണ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഈ വർഷത്തെ അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല, ഈ വർഷത്തെ അഡ്മിഷൻ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലാണ് ഉണ്ടാവുക. 2025-26 അക്കാദമിക വർഷത്തെ അഡ്മിഷൻ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലായിരിക്കും ഉണ്ടാവുക. ഈ പ്രോഗ്രാം നിങ്ങൾ തുല്യതാ പരീക്ഷ പാസ്സായ നിങ്ങൾ ഡിഗ്രി പ്രവേശനത്തിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഏത് പ്രോഗ്രാമാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ്. ആദ്യമായി നിങ്ങൾ, ഞാൻ പറഞ്ഞത് പ്രകാരം സൈറ്റിൽ പോയി, നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോയി, സൈറ്റിൽ പ്രോഗ്രാമുകളുടെ ലിസ്റ്റുകൾ പരിശോധിച്ച് നിങ്ങൾ ഓരോ പ്രോഗ്രാമും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. തുടർന്നുള്ള സെമസ്റ്ററുകൾക്ക് വരുന്നുണ്ട്, ഫീസ് വരുന്നുണ്ട്. ഇതാണ് ഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ പലപ്പോഴും നമ്മൾക്ക് സംശയം തോന്നുന്നത് ഡിസ്റ്റന്റ് മോഡിൽ പഠിക്കുമ്പോഴും മറ്റ് റെഗുലർ മോഡിൽ പഠിക്കുന്നതിന് തുല്യമാണോ എന്നുള്ളത്. UGCയുടെ പ്രത്യേക സർക്കുലർ ഉണ്ട്. റെഗുലർ മോഡിൽ പഠിക്കുന്നതും ഡിസ്റ്റന്റ് മോഡിൽ പഠിക്കുന്നതും തുല്യമാണ്. ഈ സർട്ടിഫിക്കറ്റ് PSCക്കായാലും തൊഴിലിനായാലും ഉന്നത പഠനങ്ങൾക്കായാലും ഗവേഷണങ്ങൾക്കായാലും ഈ ഡിഗ്രി റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്, യാതൊരു വ്യത്യാസവുമില്ല. റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. നിങ്ങൾക്ക് ഉന്നത പഠനത്തിന് പോകാം, അതുപോലെ ജോലി PSC വഴി അപേക്ഷിക്കാം, ജോലി സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കാം. ഇത് എല്ലാ റെഗുലർ ഡിഗ്രികൾക്ക് തുല്യമാണ്. പിന്നെ ഈ കാർഡ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതേസമയം ID കാർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ പഠന കേന്ദ്രത്തിൽ നിന്നാണ് ലഭിക്കുക. പഠന കേന്ദ്രത്തിൽ നിന്ന് ID കാർഡ് ലഭിക്കും. അവിടെ നിന്ന് നിങ്ങൾ പഠന കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ കാസർഗോഡുള്ളവർ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നിങ്ങളുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഏത് ബാച്ചിലാണോ, BA ഇംഗ്ലീഷ് ആണോ, അല്ലെങ്കിൽ BA സോഷ്യോളജി ആണോ, BA ഹിസ്റ്ററി ആണോ, ഏതാണോ പ്രോഗ്രാം, ആ പ്രോഗ്രാമിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ പഠന കേന്ദ്രത്തിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം എല്ലാ കമ്മ്യൂണിക്കേഷൻസും വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എക്സാം രജിസ്ട്രേഷൻ പോലുള്ള, സെമസ്റ്റർ രജിസ്ട്രേഷൻ പോലുള്ള സമയങ്ങൾ, അതുപോലെ സർക്കുലർ, നോട്ടിഫിക്കേഷൻസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പഠന കേന്ദ്രത്തിലെ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടാൽ മതി. ഇതുവഴി നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമുകൾ സംബന്ധമായ വിശദമായ വിവരങ്ങൾ അതിൽ ലഭ്യമാണ്. ഫീസ് സ്ട്രക്ചർ, മറ്റെല്ലാ കാര്യങ്ങളും അതിൽ ലഭ്യമാണ്. വായിച്ചു നോക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ ഏത് വിഷയമാണോ താല്പര്യം എന്ന് മനസ്സിലാക്കി പ്രോഗ്രാം സെലക്ട് ചെയ്ത് അതിൽ സിലബസുകൾ വായിച്ചു നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളതാണോ എന്ന് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ABC രജിസ്ട്രേഷൻ, അതുപോലെ DEB രജിസ്ട്രേഷൻ അക്ഷയ വഴി ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേസമയം കമ്പ്യൂട്ടറിൽ നന്നായി പരിജ്ഞാനമുള്ളവർക്ക് സ്വയം ചെയ്യാവുന്നതുമാണ്. അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ഫീസ് ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. ഒരു ഏജൻസിയെയും ഞങ്ങൾ ഫീസ് അടയ്ക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. ഒരു ഏജൻസി വഴിയും ഫീസ് അടയ്ക്കേണ്ടതില്ല. ഡയറക്റ്റ് ആണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടത്. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ അക്ഷയ വഴി ചെയ്യുന്നതാണ് നല്ലത്. അവരോട് നിങ്ങളുടെ ഇമെയിൽ ID, യുണീക്ക് ഇമെയിൽ ID, നിങ്ങൾക്ക് മാത്രമായുള്ള ഒരു ഇമെയിൽ ID, പാരൻസിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഇമെയിൽ ID ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യണം, നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇമെയിൽ ID. എപ്പോഴും പഠനം പൂർത്തിയാകുന്നത് വരെ ആ ഇമെയിൽ ID ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങളുടേതായ ഇമെയിൽ ID ഉണ്ടായിരിക്കണം, നിങ്ങളുടേതായ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരിക്കണം. അതിലാണ് എല്ലാ കമ്മ്യൂണിക്കേഷൻസും വരിക. അതുവഴി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം DEB
ABC രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യണം. പ്രോഗ്രാം ചേരുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പൂരിപ്പിക്കും. ഇതിൽ SC, ST, OEC കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ഫീസ് ഇളവ് വരുന്നുണ്ട്. അവരത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫീസ് ഇളവ് കാണിക്കും. അപ്പോൾ 1500 രൂപ മാത്രമേ ചിലപ്പോൾ അഡ്മിഷന്റെ ഫീസ് മാത്രമേ അടക്കേണ്ടി വരുള്ളൂ. ട്യൂഷൻ ഫീസോ സെമസ്റ്റർ ഫീസോ ഒന്നും. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോട്ടിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോട്ടിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോട്ടിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോട്ടിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോട്ടിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോട്ടിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോട്ടിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോട്ടിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാണ്. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും.
വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT/LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496200200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity.